അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഒറിജിനൽ ഇറ്റാലിയൻ പിസ്സയുടെ റെസിപ്പിയാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ ഒറിജിനൽ ഇറ്റാലിയൻ പിസ്സ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈ തൊടാൻ പാകത്തിന് ചൂടായിരിക്കണം വെള്ളം. അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈസ്റ്റും പഞ്ചസാരയും വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വെക്കണം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നല്ലതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇറ്റാലിയൻ പിസ്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒലിവ് ഓയിൽ. അതുകൊണ്ട് ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഒറിഗാനോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിച്ചെടുത്ത മൈദയാണ്. ഇത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ പാകത്തിൽ കിട്ടും മാവ്. ഇനി ഇതിൻ്റെ മുകളിലും ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിസ്സയ്ക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. ടൊമാറ്റോ കച്ചപ്പ് 1 ടേബിൾ സ്പൂൺ. ഒരു പിസ്സയ്ക്കുള്ള സോസാണ് തയ്യാറാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാൻ ടൊമാറ്റോ കച്ചപ്പ്. ടൊമാറ്റോ പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ്. ഇനി വേണ്ടത് ബാർബിക്യൂ സോസ്. അതും 1 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ എടുക്കാം ബാർബിക്യൂ സോസ്. പിസ്സയ്ക്ക് നല്ല റിയൽ ടേസ്റ്റാണ് കിട്ടുന്നതാണ് ഈ ബാർബിക്യൂ സോസും. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ്. ഇനി ബേസൽ, ഡ്രൈ ബേസൽ, അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ്. ഫ്രഷ് ബേസൽ ലീവ്സ് കിട്ടിയാൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡറും കൂടി ചേർക്കാം. കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഡബിൾ സൈസിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം മാവ്. ഇനി ഇത് അധികം ഇട്ട് കുഴയ്ക്കരുത്. ഇത് 4 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇത് ഒലിവ് ഓയിൽ തേച്ചിട്ട് 2 ഭാഗങ്ങളാക്കണം. ഇത് 2 പിസ്സയ്ക്കുള്ള മാവാണ്. ഒരുപോലത്തെ 2 പാർട്ടാക്കി എടുക്കണം മാവ്. മാവ് 2 പാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിസ്സ പാന് എടുക്കാം. പിസ്സ പാൻ ഇതാണ്. ഇതിൽ വലിയ ഹോളായതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ നല്ലതുപോലെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പാനിൽ ഏത് പാനെടുത്താലും അതിൽ നല്ലതുപോലെ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൽ മാവ് വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാം. ഒരേ ലെവലിൽ പരത്തിയെടുക്കാനായിട്ട് 2 കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മാവ് ഒരേ ലെവലിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. 1 പിസ്സയ്ക്കുള്ള സോസാണ് റെഡിയാക്കി വെച്ചിരുന്നത്. അത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കണം. ഈ പിസ്സ സോസ് ചേർത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ഹീറ്റ് കൊടുത്തിട്ട് അതിൽ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിസ്സ സോസ്
സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴത്തേന് ഇതിൻ്റെ ക്രസ്റ്റ് ഒന്ന് പകുതി വെന്ത് കിട്ടും. അതിനുശേഷം മുസറല്ല ചീസൊക്കെ ആഡ് ചെയ്യാമെങ്കിൽ ചീസ് അധികം അങ്ങ് ബ്രൗൺ നിറമായി പോകത്തില്ല. ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സൈഡ് ഡ്രൈ ആകാതിരിക്കാനാണ് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതും സൈഡ് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടാണ്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത പിസയാണ്. ഇനി ഇതിലേക്ക് മുസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അപ്പം ക്രസ്റ്റ് പകുതി വെന്തിരിക്കുക. ഇനി മുസറല്ല ചീസ് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മുസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഹോം മെയ്ഡായിട്ട് മുസറല്ല ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലേക്ക് റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഞാനിത് ക്യാപ്സിക്കം എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലാക്ക് ഒലീവ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മുസറല്ല ചീസ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഓവനിൽ വീണ്ടും 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചീസ് വെച്ച് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ പിസ്സയുടെ ടേസ്റ്റ് തന്നെയാണിതും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.